ഞാൻ എവിടെയെങ്കിലും പോകട്ടെ, ഞാൻ പോരും. ഞാൻ എവിടെ പോകണമെന്ന് അറിഞ്ഞിട്ട് ഇവിടെ കിടന്ന് ഇതാക്കാനാണോ? മനസ്സിലാണ്ട് പ്രായവും പറഞ്ഞു. ഇപ്പൊ മനസ്സിലാക്കണം. ഡോട്ട് ബാബോ അത് പഠിക്കാനുള്ളതൊക്കെ പഠിച്ചു വെച്ചേ. ആരാടി? ആര്? ആണോ? ഇപ്പോഴുള്ള ആൾക്കാരെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗുരുവിൻ്റെ ആശയമൊക്കെ കളഞ്ഞില്ലേ, ഇപ്പം നിങ്ങളുടേതായ ആവശ്യമല്ലേ എന്നും പറഞ്ഞാണ് ആൾക്കാർ നിൽക്കുന്നത്. അപ്പം നമുക്കെന്ത് പറയാൻ പറ്റും? ഗുരുവിന്റെ കൺസെപ്റ്റ് നിന്ന് മാറിയാണ് നമ്മൾ ചിന്തിക്കണല്ലേ, പൊതുജനത്തിന്റെ കാര്യം പറയുന്നത്. നമ്മളാണോ അത് ചെയ്യേണ്ടത്? അല്ലല്ല. പല മാറ്റങ്ങളും കാര്യങ്ങളും വരും. പക്ഷെ അവര് കണ്ടു വളർന്ന സിസ്റ്റം അല്ല ഇപ്പൊ. അതുകൊണ്ട് ഞങ്ങൾക്ക് താല്പര്യമില്ലെന്നുള്ള അല്ല, ഞങ്ങൾക്ക് താല്പര്യമില്ലെന്നുള്ള രീതിയിലാണ് ആൾക്കാരെ മനോഭാവം. തല്ലിപ്പഴിപ്പിക്കാൻ പറ്റൂല. അല്ല, വേറെ കാര്യമുണ്ട്. നമ്മുടെ പ്രസ്ഥാനം മറ്റുള്ള പ്രസ്ഥാനം പോലെയല്ല. അമൃതാനന്ദ മഠം, സായിബാബ മഠം അതുപോലെയല്ല. ഹൈന്ദവ പ്രസ്ഥാനമല്ല. നമ്മുടെ എന്ന് പറയുന്ന പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഗുരു കൊണ്ടുവന്നെന്ന് വെച്ചൊരു ആശയം വളർത്തി കൊണ്ടുവന്നൊരു പരമ്പരയിൽ വെത്ത് പാകിയേക്കണേ. അതെന്ന് പറഞ്ഞാൽ പടന്ന് പന്തലിക്കാൻ വേണ്ടിയാണ്. അപ്പോഴെന്നോ രണ്ടു കൂട്ടം, എൻ്റെ ഭാഗത്ത് പറയുകയാണെങ്കിൽ രണ്ടു കൂട്ടർക്കും തെറ്റുപറ്റിപ്പോയി. ആശ്രമ പഠനാധികാരികൾക്കും തെറ്റുപറ്റിപ്പോയി, വിശ്വാസികൾക്കും തെറ്റുപറ്റിപ്പോയി. സദ്വേഷണം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. അശോകൻ ചേട്ടൻ എന്ന് പറഞ്ഞ ഒരാൾ ശാന്തിരി ആശ്രമത്തിൽ ഗുരുവോടൊത്തുണ്ടായിരുന്ന നന്മകളും ഇന്നത്തെ അമൃതാചാര്യ ഗുരുസ്വാമി ഇപ്പോഴത്തെ ആശ്രമത്തിൻ്റെ സംവിധാനത്തെക്കുറിച്ചുള്ള തിന്മകളും അതിൻ്റെ ദോഷവശങ്ങളും പറയുന്നൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ആ വീഡിയോയെ ഇന്നിപ്പോൾ അമൃതാചാര്യൻ്റെയും ഗുരുരത്നസ്വാമിക്കും വേണ്ടി ശ്രീജിത്ത് ആശാ ദമ്പതികൾ അവരുടെ ഒരു ചാനലിൽ വന്നിരുന്നിട്ട് അതിന് വെള്ളപൂശാൻ ശ്രമിക്കുന്ന ഒരു വീഡിയോ ഞാൻ കാണാനിടയായി. അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോഴെന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിയിൽ ഒരു കമൻറ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവരുടെ വീഡിയോയ്ക്ക് വ്യക്തമായിട്ടുള്ള മറുപടി ഞാൻ തരുന്നതാണ്. കാരണം വെച്ചാൽ അതിൻ്റെ ആ വിഷയത്തെക്കുറിച്ച് അവർ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് വിശദമായ ഒരു മറുപടി അതിന് തരുന്നതാണ്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ കമൻറ്റ് ഏതായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. കമൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ കാണിക്കാം, ഞാൻ വായിക്കുകയും കൂടി ചെയ്യാം. അവരുടെ ആ ഒരു ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ഒളിക്യാമറയിൽ പകർത്തിയ ദുരൂഹമായ ആരോപണങ്ങളെന്നാണ്. ലൈഫ് ഡിവൈൻ എന്ന് പറയുന്ന ഒരു ചാനലാണ് അവരുടെ. അപ്പോൾ അത് ചോദിച്ചിരിക്കുകയാണ് അതിലൊരു കമൻറ്റിൽ, എന്താണ് ഒളിക്യാമറയിൽ പകർത്തിയത്, ആരോപണങ്ങളാണോ എന്നൊരാൾ ചോദിച്ചപ്പോൾ ശ്രീജിത്തിൻ്റെ ഐഡിയിൽ നിന്നൊരു ശ്രീ KS